അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആളൂരാജ് പാടിയപ്പോൾ നമ്മുടെ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അതിനോട് അനുബന്ധമായിട്ടുള്ള കുറച്ച് വരിയുണ്ട്. അപ്പോൾ അതങ്ങോട്ട് പാടിയാൽ അതിനോട് ഒരു സമരസപ്പെടുന്നൊരു തോന്നൽ. ബിസ്മില്ലാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലെന്ന് പറഞ്ഞിട്ട് സലഫികൾ മൗലിദും തള്ളുന്നു. ബുഖാരി നോക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 200 ശേഷം വന്നതാ. തൗഹീദ് വിഭജനം മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. പ്രത്യേക തസ്ബീത്തും മുജാഹിദിനുണ്ട്, മൗലൂദ് തള്ളിയ ന്യായവും അതിലുണ്ട്. പോസ്റ്റർ പതിച്ച് മൈക്കയും കെട്ടിയിട്ട് നാട്ടിൽ മുഴുക്കെ പ്രചരണം നടത്തിയിട്ട് സമ്മേളനങ്ങൾ മുമ്പ് പതിവില്ലാത്തതാ. വഹാബികൾ അത് ബിദ്അത്തായി എണ്ണേണ്ടതാ. ഖുർആനിലും ഹദീസിലും തെളിവില്ല, വഹാബി ഫെസ്റ്റിന് തെളിവ് കാണാനില്ല. പതിവില്ല മിമ്പകയെങ്കിലോ നീ തള്ളണം, പ്രവാചകന്റെ കാലത്തേക്ക് മടങ്ങണം. നബികാലത്തിൽ പ്രത്യേക മിഹ്റാബില്ല, അതുപോലെ ഹൗദ് മിനാരവും അതുമില്ല. പെയിന്റിങ് മാർബിൾ എവിടെയും കാണില്ല. പുണ്യങ്ങളാണിവയൊക്കെ സംശയമില്ല. എവിടെന്ന് കിട്ടി മുജാഹിദേ ഈ ചക്കര, മിലാദ് യോഗം മാത്രമെന്താ കൊപ്പര. ബിദ്അത്ത് ഏതൊന്നാ നിനക്കറിയില്ല, അതിനാലെ നിന്നെ കുറ്റവും പറയില്ല. ഇതിനുള്ള മറുപടി കിട്ടുവാൻ വഴിയെന്താ, കിതാബുകൾ വായിക്കുവാൻ മടിയെന്താ. മൗലിദ് കഴിക്കല് നിങ്ങളും ചെയ്തുള്ളതാ, 52 ശേഷവും തുടരുന്നതാ. അൽ മുർഷിദിലും നീ നോക്കിയാൽ കാണുന്നതാ, ഇർഷാദിലും ഇത് വ്യക്തമായി പറയുന്നതാ. സുഹൃത്തുക്കളെ, ലത്തീഫ് മൗലവി പണ്ട് മാസം റബീഉൽ അവ്വൽ നടത്തിയിട്ടുണ്ട്. മനാറതിൽ നീ നോക്കിയാൽ കാണുന്നതാ, പുറമൊന്നിലക്കം 9 വിവരിച്ചതാ. മുജാഹിദിന്റെ മദ്ഹ് പറയൽ ഇഷ്ടമാ, മഹത്തുക്കളെ മദ്ഹാണതെങ്കിൽ ദേഷ്യമാ. മുജമൗലവിന്റെ മാലയാണോ പുണ്യമാ, മഹത്തുക്കളാണോ മാലയെങ്കിൽ കുറ്റമാ. സലഫിന്റെ ഫെസ്റ്റിലെ മുട്ടതാണോ ഇഷ്ടമാ, ഉറൂസിലാണ് മുട്ടതെങ്കിൽ കഷ്ടമാ. വഹാബി ഫെസ്റ്റിലെ പാട്ട് ഫാത്തിഹ കൊള്ളണം, അൽ ഫാത്തിഹ വിളിയാണതെങ്കിൽ തള്ളണം. കരടിന്റെ കോലമിൽ റാലിയായാൽ ഭേദമാ, നബിദിനത്തിൽ റാലിയായാൽ പാപമാ. കാലത്തിനൊത്തൊരു കോലമാണോ ഇഷ്ടമാ, നബിചര്യ തലപ്പാവെങ്കിലോ അത് പുച്ഛമാ. വൈരുദ്ധ്യമേ നിനക്കുള്ള പേരോ സലഫിസം, കേട്ടാലോ നാറ്റം ഉള്ളതാ വഹാബിസം. പഠിക്കുന്നതും പഠിപ്പിക്കലും മുമ്പുള്ളതാ, അത് വേണ്ടതും പ്രത്യേക പുണ്യവുമുള്ളതാ. ഇന്നുള്ള സിലബസ് നബി വിരോധിച്ചില്ല, എങ്കിൽ വിരോധിക്കാൻ വകുപ്പതുമില്ല. പ്രസ്ഥാന നേതാക്കൾക്ക് മദ്ഹും വേണ്ടതാ, മുമ്പുള്ളതും പ്രത്യേക പുണ്യവുമുള്ളതാ. പ്രസ്ഥാന നേതാക്കൾക്ക് മദ്ഹും വേണ്ടതാ, മുമ്പുള്ളതും പ്രത്യേക പുണ്യവുമുള്ളതാ. അതു കാരണം മറ്റുള്ളവർ അടുക്കുന്നതാ, പ്രസ്ഥാനത്തോട് മതിപ്പുമുണ്ടാക്കുന്നതാ. ആക്ഷേപം പറയരുത് ഖുവൈസിറയാവല, ഇസ്ലാമിനോട് മതിപ്പതില്ലാതാക്കല. പ്രത്യേക തീയതി നിശ്ചയിക്കരുതെന്നോ പറഞ്ഞില്ല, ത്വാഹ ഡേറ്റ് മാറ്റരുതെന്നോ. ഇന്നുള്ള മൗലിദ് നബി വിരോധിച്ചില്ല, സിദ്ദീഖ് ഉമർ സ്വഹാബിയോ അതുമില്ല. ഞാൻ എങ്ങനെ മദ്ഹോദി അതുപോൽ തന്നെ ഓതേണ്ടതാ പറ
പറഞ്ഞില്ല തങ്ങൾ പൊന്നെ, ഇമാമുകളുമാലും വിരോധിച്ചില്ല, അവർക്കുള്ള അസ്ഹാബും നിരോധിച്ചില്ല. മറിച്ചാണ് നോക്കവരൊക്കെ ചെയ്തിട്ടുള്ളതാ, അവർക്കുള്ള പ്രേരണയും അതിൽ കാണുന്നതാ. സ്വഹാബത്തു അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ടു പോവാണ്. ബഹുമാനപ്പെട്ട നമ്മളെ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വരികളാണ്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട പയ്യോളി ഉസ്താദിന് പോകാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദീർഘിച്ച് ചെല്ലിയാൽ ശരിയാവില്ല. അതിനോട് അനുബന്ധമായ കുറച്ച് വരികൾ ഇങ്ങനെ കണ്ടപ്പോൾ അതിനോട് ആളുരാജ് താഴെ ഉസ്താദിന്റെ വരികൾ ചൊല്ലിയപ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വരികളോ അതിനോട് സമരസപ്പെടുമെന്ന് തോന്നിയുകൊണ്ട് മൈക്കെടുത്തതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള 2 പണ്ഡിത മഹത്തുക്കൾക്ക് നമുക്ക് എന്നെന്നും ഇതുപോലെ ഉയർത്തി കാണിക്കാവുന്ന ഒരുപാട് തെളിവുകളുടെ ഈ സമാഹാരം രചിച്ച, ഗ്രന്ഥം രചിച്ച ആ അഭിവന്ദരായ നമ്മുടെ പണ്ഡിത മഹത്തുക്കൾക്ക് അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ ജീവിതം ധന്യമാക്കുമാറാവട്ടെ, സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ, ബർസഖിയായ ജീവിതം അല്ലാഹു തആല സന്തോഷപ്രദമാക്കുമാറാവട്ടെ, അവരോടൊപ്പം നമ്മയും അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പയ്യോളി ഉസ്താദിലേക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.